ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ബുക്ക് ഹൗസ്. ലെറ്റ്സ് ഓപ്പൺ അവർ ബുക്ക്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ബൈബിൾ ട്രാൻസ്ലേഷൻസിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നതിനെ പറ്റിയാണ്. നമുക്കറിയാം, നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരുപാട് വർഷത്തെ അല്ലെങ്കിൽ സെഞ്ച്വറീസിൻ്റെ ചേഞ്ചസും പേറിയിട്ടാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു ഫോമിൽ എത്തിയിട്ടുള്ളത്. ആ ഒരു ചേഞ്ചസിൽ ഒരു വലിയ പാർട്ട് പ്ലേ ചെയ്യുന്നത് ബൈബിൾ അല്ലെങ്കിൽ ബൈബിളിൻ്റെ വേരിയസ് ട്രാൻസ്ലേഷൻസ് ആണ്. ഏതൊക്കെ ട്രാൻസ്ലേഷൻസ് എന്തൊക്കെ ഇൻഫ്ലുവൻസ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന് കൊടുത്തിട്ടുള്ളത് എന്ന കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ്, അതായത് നമ്മുടെ മോഡേൺ ഇംഗ്ലീഷിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആ ചേഞ്ചസ് അല്ലെങ്കിൽ കൊണ്ടുവന്ന കാര്യങ്ങളെ എടുത്ത് നോക്കുമ്പോൾ അതിലൊരു വലിയ റോള് നമ്മുടെ ബൈബിളിൻ്റെ ട്രാൻസ്ലേഷനും ഉണ്ട്. ബൈബിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി കോട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈഡ്ലി റെഡ് ആയിട്ടുള്ള ഒരു ബുക്കായിരുന്നു. ആ ഒരു ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കാണാൻ പറ്റുന്നുണ്ട്. ആരൊക്കെയാണ് ഇത് കണ്ടെത്തിയത് അല്ലെങ്കിൽ ഇത് നമുക്ക് കാണിച്ചു തന്നത് ആരൊക്കെയാണ്? ഇങ്ങനെ ബൈബിൾ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ബൈബിൾ ഇംഗ്ലീഷ് ലാംഗ്വേജിന് കൊടുത്ത ആ ഗ്രേറ്റ് ഇൻഫ്ലുവൻസിൻ്റെ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തന്നത് അല്ലെങ്കിൽ അത് റെക്കഗ്നൈസ് ചെയ്ത് ആരൊക്കെയാണ്? മെക്കോളെ, സ്പെൻസർ, കാർലൈൽ, ഹക്സ്ലി അതുപോലുള്ള ചിലരൊക്കെയാണ്. ഒരു ബുക്ക് ഓഫ് റിലിജൻ അതിനേക്കാൾ ഉപരി ഒരു വലിയൊരു സ്ഥാനം നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ബൈബിളിലുണ്ട്. ബൈബിൾ ഈസ് മോർ ദാൻ എ ബുക്ക് ഓഫ് റിലീജിയൻ. It has been one of the greatest formative influences on the growth of English language. അപ്പോൾ ബൈബിൾ എന്ന് പറയുമ്പോൾ ബൈബിളിന് വേരിയസ് ട്രാൻസ്ലേഷൻസ് ഉണ്ട്. അപ്പോൾ ബൈബിളിൻ്റെ വേരിയസ് ട്രാൻസ്ലേഷനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ട്രാൻസ്ലേഷൻസിനെ പറ്റി സംസാരിക്കേണ്ടി വരും. 16-ാം നൂറ്റാണ്ടിലെ നമ്മുടെ ടിൻഡെയിൽ, കവഡെയിൽ അവരുടെയൊക്കെ ഒരു ട്രാൻസ്ലേഷനിൽ തുടങ്ങിയിട്ട് 1611 കിങ് ജെയിംസ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഓതറൈസ്ഡ് വേർഷൻ കൊണ്ടുവരുന്നുണ്ട്, ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ. അതുവരെ എത്തി നിൽക്കുന്ന കുറേ ട്രാൻസ്ലേഷൻസിനെ പറ്റി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഒപ്പം നമുക്ക് സംസാരിക്കേണ്ട മറ്റൊരു ബുക്ക് എന്ന് പറയുന്നത് ആംഗ്ലിക്കൻ പ്രയർ ബുക്കാണ്. അത് ആദ്യം ഇഷ്യൂ ചെയ്യുന്നത് 1549 ലേറ്റർ റിവൈസ് ചെയ്യുന്നത് 1622 അപ്പോൾ ആംഗ്ലിക്കൻ പ്രയർ ബുക്കിനെയും നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ട്രാൻസ്ലേഷൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ 1338 പോവെ എന്ത് ചെയ്യുന്നുണ്ട്? ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ബിഫോർ ദാറ്റ് നമുക്ക് ട്രാൻസ്ലേഷൻസ് ഉണ്ടായിരുന്നു. ജോൺ വൈക്ലിഫിൻ്റെ ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നു ഫ്രം ലേറ്റിൻ വൾഗേറ്റ്. പക്ഷേ ടിൻഡെയിലിൻ്റെ മുതലുള്ള ട്രാൻസ്ലേഷൻസിനെ പറ്റിയാണ് നമ്മൾ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിനൊരു കാരണമുണ്ട്. ഈ ട്രാൻസ്ലേഷൻസ്, ടിൻഡെയിലിൻ്റെ മുതലുള്ള ട്രാൻസ്ലേഷൻസ് ശരിക്കും ഒറിജിനൽ ഹീബ്രുവിൽ നിന്നും അതുപോലെ ഗ്രീക്ക് വേർഷനിൽ നിന്നുമുള്ള ട്രാൻസ്ലേഷൻസ് ആണ്. അതുകൊണ്ടാണ് ആ ട്രാൻസ്ലേഷൻസിനെ അതിന് മുന്നേയുള്ള ട്രാൻസ്ലേഷൻസിനേക്കാളും ഇമ്പോർട്ടൻസോടുകൂടി അല്ലെങ്കിൽ സീരിയസ്നെസ്സോടുകൂടി കൺസിഡർ ചെയ്യുന്നത്. വേരിയസ് ബൈബിൾ ട്രാൻസ്ലേഷൻസിനെ പറ്റിയും ഈ ട്രാൻസ്ലേഷൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജിന് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോൺ വൈക്ലിഫിൻ്റെ ട്രാൻസ്ലേഷനാണ്. അപ്പോൾ ആരാണ് വൈക്ലിഫ്? ജോൺ വൈക്ലിഫ് നമ്മുടെ ചൗസറിൻ്റെ ഒരു കണ്ടംപററി ആണ്. അദ്ദേഹം ഒരു റിലീജിയസ് റിഫോമറാണ്. അതുപോലെ ലൊല്ലാർഡ് മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ് ഹോളി ബൈബിളിൻ്റെ ആദ്യത്തെ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. അതായത് ജെറോമിലെ ലേറ്റിൻ വൾഗേറ്റിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ആദ്യമായിട്ട് ഹോളി ബൈബിളിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ജോൺ വൈക്ലിഫാണ്. ഈ ഒരു വർക്കാണ് പിന്നീട് അങ്ങോട്ട് ബെറ്റർ ട്രാൻസ്ലേഷൻസ് ഉണ്ടാവാനുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു മാർഗദർശിയായിട്ട് മാറിയത്. അതുപോലെ തന്നെ എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഈ ഒരു ട്രാൻസ്ലേഷൻ കൊടുത്തത് എന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഫ്രേസ്, എന്താണ് ആ ഫ്രേസ്? അണ്ടർ ദ സ്വെറ്റ് ഓഫ് ദൈ ബ്രോ എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസ് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് വന്നത് ഈ ഒരു ട്രാൻസ്ലേഷനിൽ നിന്നാണ്. ലൊല്ലാർഡ് വേർഷൻ ഓഫ് ദ ബൈബിൾ എന്നാണ് ഈ ഒരു വേർഷൻ അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ലേഷന് പറയുന്നത്. ഈ ഒരു ട്രാൻസ്ലേഷനിലൂടെയാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഈ ഒരു ഫ്രേസ് കിട്ടിയത്. ഏതാണ് ആ ഫ്രേസ്? അണ്ടർ ദ സ്വെറ്റ് ഓഫ് ദൈ ബ്രോ. അപ്പോൾ എന്താണ്? ആദ്യത്തെ ട്രാൻസ്ലേഷൻ ആരുടേതാണ്? ജോൺ വൈക്ലിഫിൻ്റെതാണ്. അദ്ദേഹം ഒരു റിലീജിയസ് റിഫോമറാണ്. ലൊല്ലാർഡ് മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടറാണ്. ചൗസറിൻ്റെ കണ്ടംപററിയാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇംഗ്ലീഷിലേക്ക് ബൈബിളിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഏത് ഭാഷയിൽ നിന്ന്? ജെറോമിലെ ലേറ്റിൻ വൾഗേറ്റിൽ നിന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം ഇംഗ്ലീഷ് ലാംഗ്വേജിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ വേർഷൻ ഓഫ് ബൈബിളിന് എന്തെന്ന് പറയും? ലൊല്ലാർഡ് വേർഷൻ ഓഫ് ബൈബിൾ എന്ന് പറയും.
ഈ ഒരു വേർഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജിന് കൊടുത്ത എന്താണ് ഒരു സംഭാവന എന്താണ്? ഈ ഒരു ഫ്രേസാണ്. എന്താണ് ആ ഫ്രേസ്? അണ്ടർ ദ സ്വെറ്റ് ഓഫ് ദൈ ബ്രോ എന്ന് പറയുന്നതാണ് ആ ഒരു ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ ട്രാൻസ്ലേഷനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അടുത്ത ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ടിൻഡേലിൻ്റെ ട്രാൻസ്ലേഷനാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷനും ടിൻഡേലിൻ്റെതാണ്. അപ്പോൾ ടിൻഡേൽ എന്ന് പറഞ്ഞാൽ ആരാണ്? വില്യം ടിൻഡേൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം വരുന്നത്. അദ്ദേഹം എന്തൊക്കെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്? ന്യൂ ടെസ്റ്റമെൻറ്റും അതുപോലെ ബുക്ക് ഓഫ് പ്രയേഴ്സും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഏത് ഭാഷയിൽ നിന്നാണ്? ഹീബ്രു അല്ലെങ്കിൽ ഗ്രീക്ക് ഒറിജിനൽസിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആരാണ്? വില്യം ടിൻഡേലാണ്. അദ്ദേഹത്തിനെ, അതായത് ടിൻഡേലിനെ ഈ ഒരു ട്രാൻസ്ലേഷനിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് മാർട്ടിൻ ലൂതറാണ്. ടിൻഡേലിന് ഭയങ്കരമായിട്ടുള്ളൊരു ജീനിയസ് ഉണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളിലാണ്? ഈ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസിൻ്റെ യൂസേജ്, അതുപോലെ അദ്ദേഹത്തിന് ഒരു ഗുഡ് ഡീൽ ഓഫ് ഫ്രേസിയോളജി ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഒരു ജീനിയസ് തന്നെയായിരുന്നു. നമ്മൾ പറഞ്ഞു കുറേ ട്രാൻസ്ലേഷൻസിനൊക്കെ ശേഷം അവസാനം കിങ് ജെയിംസ് ഫസ്റ്റ് എന്ത് ചെയ്തു? ഓതറൈസ്ഡ് വേർഷൻ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വില്യം ടിൻഡേൽ യൂസ് ചെയ്തിരുന്ന കുറേ ഫ്രേസസും എക്സ്പ്രഷൻസും ഒക്കെ ഈവൻ ആ ഓതറൈസ്ഡ് വേർഷനിൽ പോലും മാറ്റം വരുത്താതെ അതുപോലെ റിമൈൻ ചെയ്യിക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ നിലനിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അല്ലേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീനിയസ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന്. അതുമാത്രമല്ല നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ വന്നതിന് ശേഷം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഈവൻ ബെറ്റർ, അതായത് ഓതറൈസ്ഡ് വേർഷനിലുള്ള റെൻഡറിങ്സിനെക്കാളും മികച്ച റെൻഡറിങ്സ് നമ്മുടെ ടിൻഡേലിൻ്റേതാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഇറ്റ് ഈസ് റിമാർക്കബിൾ ദാറ്റ്. എന്താണ് റിമാർക്കബിൾ ആയിട്ടുള്ളത്? ടിൻഡേൽസ് റെൻഡറിങ് ഇൻ സർട്ടൻ പോർഷൻസ് ആർ ബെറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓതറൈസ്ഡ് വേർഷൻ. അത് ഏതൊക്കെയാണ് എന്ന് കൂടിയൊക്കെ എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു പോകണം. അപ്പോൾ ഏതൊക്കെയാണ്? ഓതറൈസ്ഡ് വേർഷനെക്കാളും മികച്ചതായിട്ട് ഉണ്ട് ചില റെൻഡറിങ്സ് നമ്മുടെ ടിൻഡേലിൻ്റെ വേർഷനിൽ. അങ്ങനെയുള്ള 1-2 വേർഷൻസ് അല്ലെങ്കിൽ 1-2 റെൻഡറിങ്സ് നമുക്ക് നോക്കണം. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ എന്താ പറയുന്നത്? ടിൻഡേൽസ് റെൻഡറിങ് ഓഫ് ദ 6th വേഴ്സ് ഓഫ് ദ 7th ചാപ്റ്റർ ഓഫ് സെൻറ്റ് മാത്യൂസ് റീഡ്സ്. സെൻറ്റ് മാത്യൂസ് റീഡ്സിലെ 6th വേഴ്സ് ഓഫ് ദ 7th ചാപ്റ്റർ. അതെങ്ങനെയാണ്? ആ വേഴ്സ് എന്താണ്? ബാബിൾ നോട്ട് മച്ച്. നമ്മുടെ ടിൻഡേൽ എന്താ യൂസ് ചെയ്യുന്നത്? ബാബിൾ നോട്ട് മച്ച് എന്നാണ്. എന്നാൽ അത് ഓതറൈസ്ഡ് വേർഷനിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഭംഗി കുറഞ്ഞ അല്ലെങ്കിൽ ലെസ് കളർഫുൾ, ലെസ് ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു വേർഷനാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാബിൾ നോട്ട് മച്ചിന് പകരം ഓതറൈസ്ഡ് വേർഷനിൽ യൂസ് നോട്ട് വെയിൻ റെപ്പറ്റേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ടിൻഡേലിൻ്റെ ആ ഒരു ജീനിയസ്. അങ്ങനെ ചില സ്ഥലങ്ങളിൽ ഈവൻ ഓതറൈസ്ഡ് വേർഷനെ പോലും ബീറ്റ് ചെയ്യുന്ന റെൻഡറിങ്സ് നമ്മുടെ ടിൻഡേൽ കൊടുത്തിരുന്നു എന്നതാണ്. അതുപോലെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് സ്കേപ്പ് ഗോട്ട് അല്ലേ, ബലിയാട് എന്ന് പറയുന്നൊരു വാക്ക്. ഇത് നമ്മുടെ ടിൻഡേലാണ് കൊണ്ടുവരുന്നത്. അദ്ദേഹം അത് ഒരു ഇൻറ്റൻഷനലി കൊണ്ടുവരുന്ന സാധനമല്ല. നമ്മൾ പറഞ്ഞു ഇത് ഗ്രീക്കിൽ നിന്നും ഹിബ്രു എന്നാണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ ഗ്രീക്കിൽ നിന്ന് ഒരു വാക്ക് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അവരൊരു മിസ് ട്രാൻസ്ലേഷൻ സംഭവിക്കുന്നതാണ്. ആ മിസ് ട്രാൻസ്ലേഷനാണ് പിന്നീട് എന്ത് ചെയ്തു? സ്കേപ്പ് ഗോട്ട് എന്ന് പറയുന്ന ഒരു വാക്കിന് കാരണമായിട്ട് മാറുന്നത്. അങ്ങനെ ടിൻഡേലിൻ്റെ ഒരുപാട് റെൻഡറിങ്സ് ഓതറൈസ്ഡ് വേർഷനെക്കാളും മനോഹരമായിരുന്നു. ചിലതൊന്നും മാറ്റം വരുത്താതെ ഓതറൈസ്ഡ് വേർഷനിലും അതുപോലെ നിലനിർത്തി. അത് ഭാവിയിൽ എന്ത് ചെയ്തു? സാധാരണ ഭാഷയിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ സംസാര ഭാഷയിലേക്ക്, ഇംഗ്ലീഷ് ഭാഷയിലേക്ക് യൂസ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരുപാട് വാക്കുകളും ഫ്രേസും ഒക്കെ അദ്ദേഹം നമ്മുടെ ഭാഷയ്ക്ക്, ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. അതിൽ ചില വാക്കുകളും ചില ഫ്രേസസും ഏതൊക്കെയാണ്? കോൺഗ്രിഗേഷൻ. കോൺഗ്രിഗേഷൻ ഇൻ ദ സെൻസ് ഓഫ് ചേർച്ച് ആണ് യൂസ് ചെയ്യുന്നത്. എൽഡർ എന്ന് പറഞ്ഞാൽ ഇന്ന് യൂസ് ചെയ്യുന്ന അർത്ഥത്തിലല്ല, ഇൻ ദ സെൻസ് ഓഫ് പ്രീസ്റ്റ് എന്നാണ് അദ്ദേഹം യൂസ് ചെയ്തത്. അപ്പോൾ കോൺഗ്രിഗേഷൻ, എൽഡർ, പീസ് മേക്കർ, ലോങ് സഫറിങ്സ്, സ്റ്റംബ്ലിംഗ് ബാക്ക്, വീക്ക്ലി, ഇതുപോലുള്ള വാക്കുകൾ ഒക്കെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വന്നത് ആര് കാരണമാണ്, അല്ലെങ്കിൽ ആരാ കൊണ്ടുവന്നത്? ടിൻഡേലാണ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ എന്നുള്ളൊരു വാക്ക്, അദ്ദേഹം അല്ല ആ വാക്ക് ഇൻവെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം ആ വാക്കിനെ വളരെ മനോഹരമായിട്ട്, അല്ലെങ്കിൽ ഏതൊരു ഓതറിന് യൂസ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ മനോഹരമായിട്ട് ആ വാക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്തൊരു മനുഷ്യനാണ് ടിൻഡേൽ എന്ന് പറയുന്നത്. ഈ വാക്ക് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വാക്കിനെ ബൈബിളിലേക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ബൈബിളിൻ്റെ ട്രാൻസ്ലേഷനിൽ ഉപയോഗിച്ചത് അദ്ദേഹമാണ്. അങ്ങനെ ബൈബിൾ എന്ന് പറഞ്ഞാൽ പീപ്പിൾസ് ബുക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്ന, അല്ലെങ്കിൽ അക്കാലത്ത് വായിച്ചിരുന്ന ഒരു ബുക്ക് ഏതാണ്? ബൈബിളാണ് മോസ്റ്റ് കോമൺലി ആൾക്കാർ, സാധാരണ ജനങ്ങൾ വായിക്കുന്ന ഒരു ബുക്ക്. അങ്ങനെയുള്ള ബൈബിൾ അദ്ദേഹം എന്ത് ചെയ്തു? ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഉപയോഗിച്ചതിലോടുകൂടി എന്ത് ചെയ്തു? നാട്ടുകാർ അല്ലെങ്കിൽ സാധാരണ മനുഷ്യർ ഈ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വാക്കിനെ എന്ത് ചെയ്തു?
അവർ ഏറ്റെടുക്കാനും അവരുടെ സംസാര ഭാഷയിൽ യൂസ് ചെയ്യാനും ഒക്കെ തുടങ്ങി. അപ്പോൾ അദ്ദേഹം അല്ല ആ വാക്ക് കണ്ടുപിടിച്ചത്, പക്ഷേ ആ വാക്കിനെ ഇത്രത്തോളം പോപ്പുലർ ആക്കിയത് അല്ലെങ്കിൽ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി, ഭാഷയുടെ ഒരു ഭാഗമാക്കി മാറ്റിയത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് വാക്കുകൾ നമ്മൾ നോക്കി. ഇനി അദ്ദേഹം കൊണ്ടുവന്ന കുറച്ച് ഫ്രേസസ് ഏതൊക്കെയാണ്? ഫെമിലിയർ വേഴ്സസ് എന്ന് പറയുന്നത് ദ ബേർഡൻ ആൻഡ് ഹീറ്റ് ഓഫ് ദ ഡേ, ദ ബേർഡൻ ആൻഡ് ഹീറ്റ് ഓഫ് ദ ഡേ, ഈറ്റ് ഡ്രിങ്ക് ആൻഡ് ബി മെറി, ഇതെല്ലാം അദ്ദേഹമാണ് ഭാഷയിലേക്ക് കൊണ്ടുവരുന്നത്. ദ പവർ ദാറ്റ് ബി, ദ ഫേറ്റഡ് കഫ്, ഇതുപോലെ സംഭവങ്ങളൊക്കെ അദ്ദേഹമാണ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് കൊണ്ടുവരുന്നത്. ഇത്തരം ഫ്രേസസ് അല്ലെങ്കിൽ നമ്മൾ മേൽ പറഞ്ഞ ഈ ഫ്രേസസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓതറൈസ്ഡ് വേർഷനിൽ മാറ്റമില്ലാതെ നിലനിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ടിൻഡെയിലിൻ്റെ കാര്യം നമ്മൾ എന്ത് നോക്കി? ടിൻഡെയിൽ എന്ത് ട്രാൻസ്ലേറ്റ് ചെയ്തു? ബുക്ക് ഓഫ് പ്രയേഴ്സും ന്യൂ ടെസ്റ്റമെൻറ്റുമാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇംഗ്ലീഷിലേക്ക് ഹിബ്രുവിൽ നിന്നും ഗ്രീക്ക് ഒറിജിനൽസിൽ നിന്നുമാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് ആരാണ്? മാർട്ടിൻ ലൂതറാണ്. പിന്നെ അദ്ദേഹത്തിന് ഈ ഫ്രേസസും അതുപോലെ തന്നെ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ ഭയങ്കരമായ കഴിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓതറൈസ്ഡ് വേർഷൻ വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ കുറേ റെൻഡറിങ്സ് ഒക്കെ അതുപോലെ നിലനിർത്തിയെന്ന് നമ്മൾ പറഞ്ഞു. ഓതറൈസ്ഡ് വേർഷനിൽ ചിലപ്പോഴൊക്കെ എന്ത് ചെയ്തു? ഓതറൈസ്ഡ് വേർഷനെക്കാളും മികച്ച റെൻഡറിങ്സ് അദ്ദേഹം നടത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. അദ്ദേഹം ബാബിൾ നോട്ട് മച്ച് എന്ന് പറഞ്ഞപ്പോൾ ഓതറൈസ്ഡ് വേർഷനിൽ എന്ത് ചെയ്തു? യൂസ് നോട്ട് വെയിൻ റെപ്പറ്റേഷൻ എന്നാണ് പറഞ്ഞത്. പിന്നെ ടിൻഡെയിൽ കൊണ്ടുവന്ന ഒരുപാട് വാക്കുകളെയും ഫ്രേസുകളെയും പറ്റി നമുക്ക് സംസാരിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? കോൺഗ്രിഗേഷൻ, അതുപോലെ എൽഡർ, പീസ് മേക്കർ, ലോങ് സഫറിങ്, സ്റ്റംബ്ലിംഗ് ബാക്ക്, വീക്ക്ലി പോലുള്ള വാക്കുകൾ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് സമ്മാനിച്ചു. അതുപോലെ അദ്ദേഹം ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വാക്കിനെ ബൈബിളിൽ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ബൈബിൾ ട്രാൻസ്ലേഷനിൽ കൊണ്ടുവന്നതിലോടുകൂടി സാധാരണ മനുഷ്യൻ്റെ ഭാഷയിൽ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വാക്കിനെ അദ്ദേഹം സംഭാവന ചെയ്തു. അദ്ദേഹം അല്ല വാക്ക് കണ്ടുപിടിച്ചത്, എന്നിരുന്നാൽ പോലും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രേസസ് എന്തൊക്കെയാണ്? റെൻഡറിങ്സ് ഏതൊക്കെയാണ്? ബേർഡൻ ആൻഡ് ഹീറ്റ് ഓഫ് ദ ഡേ, ഈ ഡ്രിങ്ക് ആൻഡ് മെറി, പിന്നെ ദ പവർ ദാറ്റ് ബി, ദ ഫേറ്റഡ് കഫ്, അതൊക്കെ അദ്ദേഹത്തിൻ്റെ വേർഷൻസ് ആണ്. ഇതെല്ലാം ഓതറൈസ്ഡ് വേർഷനിലും അതുപോലെ തന്നെ നിലനിർത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ടിൻഡെയിലിൻ്റെ ആ ഒരു ട്രാൻസ്ലേഷനെ പറ്റി നമുക്ക് സംസാരിക്കാനുള്ളത്. ഇനി നമ്മൾ മിൽസ് കവേർഡെയിലിൻ്റെ ട്രാൻസ്ലേഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇനി വരുന്നത് മിൽസ് കവഡെയിലാണ്. കവഡെയിൽ കേംബ്രിഡ്ജിലെ ഒരു ആംഗ്ലിക്കൻ ഫ്രയർ, അല്ലെങ്കിൽ ഫ്രയർ എന്ന് പറഞ്ഞാൽ തിയോളജി സ്റ്റുഡൻറ്റ്, ഒരു തിയോളജി സ്റ്റുഡൻ്റ് ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ടിൻഡെയിലിനെ പോലെ ഒരു സ്കോളറൊന്നും ആയിരുന്നില്ല അദ്ദേഹം. എന്നിരുന്നാൽ പോലും അദ്ദേഹം 1535 ലേറ്റിനിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ബൈബിളിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹവും നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ചില സംഭാവനകൾ ആ ഒരു ട്രാൻസ്ലേഷനിലോടുകൂടി നടത്തിയിട്ടുണ്ട്. എന്താണ് ആ സംഭാവനകൾ? അദ്ദേഹം കൊണ്ടുവന്ന ഫ്രേസസ് ഏതൊക്കെയാണ്? ലവിങ് കൈൻഡ്നെസ്, ടെൻഡർ മേഴ്സി, ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത്, ദ അവെഞ്ചർ ഓഫ് ബ്ലഡ്, ഇതുപോലുള്ള ഫ്രേസസ് ഒക്കെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രാൻസ്ലേഷനാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ട്രാൻസ്ലേഷൻ ഏതാണ്? നമ്മുടെ ഓതറൈസ്ഡ് വേർഷനാണ്. ദ ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ എന്നാണ് 1611. അപ്പോൾ അതെങ്ങനെ വന്നു? അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു കിങ് ജെയിംസ് ഫസ്റ്റിൻ്റെ സമയത്ത് അദ്ദേഹം എവിടുത്തെ കിങ്ങാണ്? ഇംഗ്ലണ്ടിലെ കിങ്ങാണ്. അദ്ദേഹത്തിൻ്റെ സമയത്ത് അദ്ദേഹം 51 ലിംഗ്വിസ്റ്റിക് സ്കോളേഴ്സിനെ ഒരു ടാസ്ക് കൊടുത്ത് അസൈൻ ചെയ്തു. എന്താണ് ആ ടാസ്ക്? ബൈബിളിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അങ്ങനെ ഉണ്ടായ ആ ട്രാൻസ്ലേഷനെയാണ് നമ്മൾ ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ലേഷനെ എന്തെന്ന് പറഞ്ഞു? ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ എന്ന് പറഞ്ഞു. 1611 ഇത് എന്ത് ചെയ്തു? പബ്ലിഷ് ചെയ്തു. ഇനി പ്രാക്ടിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും ഇതൊരു ടിൻഡെയിലിൻ്റെ പോലത്തെ തന്നെ ഒരു ട്രാൻസ്ലേഷനാണ്, വിത്ത് എ മിക്സ്ചർ ഓഫ് വൈക്ലിഫ്. ടിൻഡെയിലിൻ്റെയും വൈക്ലിഫിൻ്റെയും ഒരു ട്രാൻസ്ലേഷൻ്റെ ഒരു മിക്സ്ചറാണ് ഈ ഒരു ഓതറൈസ്ഡ് വേർഷൻ എന്ന് നമുക്ക് പ്രാക്ടിക്കലി പറയാൻ പറ്റും. ഈ ഓതറൈസ്ഡ് വേർഷൻ ഒരു ഭയങ്കരമായ അല്ലെങ്കിൽ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി. എന്തിലാണ്? ലിറ്റററി ലാംഗ്വേജിൽ, എസ്പെഷ്യലി ഫ്രേസിൽ, പ്രോസിൽ, റിതത്തിൽ, സ്റ്റൈലിൽ, സിൻടാക്സിലൊക്കെ ഒരു കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് എന്ത് ചെയ്തു? ഈ ഓതറൈസ്ഡ് വേർഷൻ ഉണ്ടാക്കി. അപ്പം ഇത് ലിറ്റററി ലാംഗ്വേജിൽ കുറേ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അത് വൈഡ്ലി എന്ത് ചെയ്തു? നമ്മുടെ ഓർഡിനറി കോൺവെർസേഷനെയും ഓർഡിനറി ലാംഗ്വേജിനെയും എന്ത് ചെയ്തു? ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് ചെയ്തത്. അതിന് എക്സാമ്പിളാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് പറയുന്ന ഫ്രേസസ് ആണ് പ്രോഡിഗൽ സൺ, അല്ലേ? മുടിയനായ പുത്രൻ, പ്രോഡിഗൽ സൺ, അതുപോലെ മെസ് ഓഫ് പൊട്ടാഷ്, ഇതൊക്കെ നമ്മൾ ഭയങ്കര കോമൺ ആയിട്ട് പറയുന്ന ഫ്രേസസ് ആണ്. ഇത് ബിബ്ലിക്കലായിട്ടാണല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതൊരു ബിബ്ലിക്കൽ വേഴ്സ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഈ ഫ്രേസസ്, ഈ ബിബ്ലിക്കലായിട്ടുള്ള ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇത്തരം ഫ്രേസസ്, പ്രോഡിഗൽ സൺ പോലുള്ള ഫ്രേസസ് നമ്മുടെ സാധാരണക്കാരുടെ ഭാഷയിലേക്ക് കടന്നു വന്നത് എന്തിലൂടെയാണ്? ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിളിലൂടെയാണ്. ഇനി ഇതുപോലെ മറ്റ് വെൽ നോൺ ഫ്രേസസ് ഏതൊക്കെയാണ്? ടു കാസ്റ്റ് പേൾസ് ബിഫോർ എ സ്വൈൻ,
the shadow of death, a howling wilderness, the 11th hour, hope against hope. ഇതൊക്കെ എന്താണ് ലിറ്റററി ലാംഗ്വേജിലും ആസ് വെൽ ആസ് ഓർഡിനറി ലാംഗ്വേജിലും ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ് ഫ്രേസസ് ആണ്. ഇതൊക്കെ വന്നത് എവിടെ നിന്നാണ്? ഈ ഓതറൈസ്ഡ് വേർഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മളിതിൽ പറയുന്നത് എ തോൺ ഇൻ ദ ഫ്ലഷ്, അതുപോലെ ദ സാൾട്ട് ഓഫ് ദ എർത്ത്, ടു വാഷ് വൺസ് ഹാൻഡ്സ് ഓഫ്, ദ ഒലീവ് ബ്രാൻഡ്സ്, എ ലേബർ ഓഫ് ലവ്, ക്ലിയർ എസ് ക്രിസ്റ്റൽ. ഇതെല്ലാം എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? നമ്മുടെ ഓതറൈസ്ഡ് വേർഷനിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഒരു എക്സ്പ്രഷനാണ് ദ ഹോളി ഓഫ് ഹോളീസ്, അത് നമ്മുടെ ഓതറൈസ്ഡ് വേർഷനിലാണ് വന്നിട്ടുള്ളത്. ഈ ഹോളി ഓഫ് ഹോളീസ് പിന്നീട് ഇതുപോലെ സിമിലർ ആയിട്ടുള്ള കുറച്ച് എക്സ്പ്രഷൻസിനൊക്കെ കാരണമായിട്ടുണ്ട്. പിന്നീടുണ്ടായ ഫ്രേസസ് അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്ന കിങ് ഓഫ് കിങ്സ്, ഹാർട്ട് ഓഫ് ഹാർട്ട്സ് ഒക്കെ ഈ ഹോളി ഓഫ് ഹോളീസ് എന്നാണ് ഇൻസ്പയർഡ് ആയിരിക്കുന്നത്. ഈ ഹോളി ഓഫ് ഹോളീസ് എവിടെ നിന്നാണ് വന്നത്? ഓതറൈസ്ഡ് വേർഷനിൽ നിന്നാണ് വന്നത്. ഏതൊക്കെയാണ്? ടു കാസ്റ്റ് പേൾസ് ബിഫോർ എ സ്വൈൻ, ദ ഷാഡോ ഓഫ് ഡെത്ത്, എ ഹൗളിംഗ് വൈൽഡർനെസ്, ദ 11th hour, ഹോപ്പ് അഗിൻസ്റ്റ് ഹോപ്പ്, പിന്നെ എന്ത് പറഞ്ഞു? എ തോൺ ഇൻ ദ ഫ്ലഷ്, ദ സാൾട്ട് ഓഫ് ദ എർത്ത്, ടു വാഷ് വൺസ് ഹാൻഡ് ഓഫ്, ദ ഒലീവ് ബ്രാൻഡ്സ്, എ ലേബർ ഓഫ് ലവ്, ക്ലിയർ ആസ് ക്രിസ്റ്റൽ, അതുപോലെ ഹോളി ഓഫ് ഹോളീസ്. ഇതൊക്കെ എവിടെ നിന്ന് വന്നതാണ്? ഓതറൈസ്ഡ് വേർഷനിൽ നിന്ന് വന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് വായിക്കപ്പെടുന്ന ഒരു പുസ്തകം ഏതാണ്? ബൈബിൾ ആയിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു പുസ്തകം ആവുമ്പോൾ അവിടെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനും മിസ് ഇൻ്റർപ്രിട്ടേഷനും മിസ് പ്രൊനൗൺസിയേഷനും ഒക്കെ ചാൻസസ് ഉണ്ടല്ലേ. അപ്പോൾ ബൈബിളും പല സമയങ്ങളിലായിട്ട് ഒരുപാട് ഫ്രേസസിനും വേർഡ്സിനും ഒക്കെ പുതിയ ഫ്രേസസും പുതിയ വേർഡ്സും ഒക്കെ എന്താണ് രൂപം പ്രാപിക്കുന്നതിന് അല്ലെങ്കിൽ ജന്മം കൊള്ളുന്നതിനൊക്കെ കാരണമായിട്ടുണ്ട് ത്രൂ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ബൈബിൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണം പല പല പുതിയ വാക്കുകളും പുതിയ ഫ്രേസസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരു സ്ട്രൈക്കിംഗ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? ഹെൽപ്പ് മേറ്റ് എന്നുള്ളൊരു വാക്കാണ്. ഹെൽപ്പ് മേറ്റ്. ഓക്കെ, നമ്മൾ ബൈബിളിൽ ഓതറൈസ്ഡ് വേർഷനിൽ 1611 ബൈബിളിൽ നമ്മൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് കാണുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ദാറ്റ് മാൻ ഷുഡ് ബി എലോൺ, ഐ വിൽ മേക്ക് എ ഹെൽപ്പ് മീറ്റ് ഫോർ ഹിം. അങ്ങനെ ഒരു സെൻറ്റൻസ് 1611 ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ റീഡേഴ്സ് എന്ത് ചെയ്തു? ഈ ഹെൽപ്പ് മീറ്റ് എന്ന് പറയുന്ന വാക്കിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഒരു കോമ്പൗണ്ട് വേർഡായിട്ട് എടുത്തു. അവരതിനൊരു കോമ്പൗണ്ട് വേർഡായിട്ടാണ് കൺസിഡർ ചെയ്തത്. അവരതിനെ ഹെൽപ്പ് മീറ്റിനെ ഹെൽപ്പ് മേറ്റ് എന്നാണ് അവർ എന്ത് ചെയ്തത്? എടുത്തത്. ഹെൽപ്പ് മീറ്റ് എന്നാണ് ശരിക്കും ഉള്ളത്. അവരതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഹെൽപ്പ് മേറ്റ് ആക്കി എടുത്തു. ഹെൽപ്പ് മേറ്റ് എന്ന് പറഞ്ഞാൽ വൺസ് പാർട്ട്ണർ ഇൻ ലൈഫ് എന്ന് പറയുന്ന അർത്ഥത്തിൽ അവരെന്ത് ചെയ്തു? അതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. അതിലൂടെ ഈ ഹെൽപ്പ് മേറ്റ് എന്ന് പറയുന്ന ഒരു വാക്കിന് എന്ത് ചെയ്തു? ഒരു പുതിയ വാക്കുണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമായി. അപ്പോൾ ആൾക്കാർക്ക് സ്ഥിരം ഈ ബൈബിൾ വായിക്കുന്ന എല്ലാ ഞായറാഴ്ചയും ബൈബിൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ശീലമുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഫെമിലിയർ ആയിരുന്നു ബൈബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈബിളിലെ ഒരുപാട് ഫ്രേസസും കൊട്ടേഷൻസും ഒക്കെ അവരുടെ മനസ്സിൽ എന്ത് ചെയ്തു? പതിഞ്ഞുപോയി. അപ്പോൾ അത് അവരുടെ കോമൺ ലാംഗ്വേജിലും എവറിഡേ കോൺവെർസേഷൻസിലും ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ അതിൻ്റെ പുതിയ പുതിയ ഇമിറ്റേഷൻസ് ഉണ്ടാവാൻ തുടങ്ങി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോളി ഓഫ് ഹോളീസ്, ഹാർട്ട് ഓഫ് ഹാർട്ട്സിനൊക്കെ കാരണമായതുപോലെ അതിൻ്റെ ഇമിറ്റേഷൻ ആയിട്ടുള്ള വേർഡ്സും ഫ്രേസസും ഉണ്ടാവാൻ തുടങ്ങി. അതുപോലെ ബൈബിളിലെ വേർഡ്സും ഫ്രേസസും ആൾക്കാർ അവരുടെ എവറിഡേ ലാംഗ്വേജിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓതറൈസ്ഡ് വേർഷൻ എന്ത് ചെയ്തു? നമ്മുടെ ഭാഷയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും എന്ത് ചെയ്തു? കോൺട്രിബ്യൂഷൻസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിൽ ചില ഫ്രേസസ് നമുക്ക് പറയാം. ഒരു 3-4 നിങ്ങൾ കാണാണ്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. എളുപ്പമുള്ളൊരു 3-4 ഞാൻ പറയാം. ഒന്നാമത്തേത്, എ ലിവിങ് ഡോഗ് ഇസ് ബെറ്റർ ദാൻ എ ഡെഡ് ലയൺ. എ ലിവിങ് ഡോഗ് ഇസ് ബെറ്റർ ദാൻ എ ഡെഡ് ലയൺ. ഓക്കെ. രണ്ടാമത്തേത്, നോ മാൻ ക്യാൻ സെർവ് 2 മാസ്റ്റേഴ്സ്. നോ മാൻ ക്യാൻ സെർവ് 2 മാസ്റ്റേഴ്സ്. അതുപോലെ എളുപ്പമുള്ള ഒരെണ്ണമാണ് വൈസ് സൺ മേക്കത്ത് എ ഹാപ്പി ഫാദർ. എ വൈസ് സൺ മേക്കത്ത് എ ഹാപ്പി ഫാദർ. അതുപോലെ ഒരെണ്ണമാണ് എ വെർച്വസ് വുമൻ ഈസ് എ ക്രൗൺ ടു ഹർ ഹസ്ബൻഡ്. എ വെർച്വസ് വുമൻ ഈസ് എ ക്രൗൺ ടു ഹർ ഹസ്ബൻഡ്. അതുപോലെ മറ്റൊരെണ്ണമാണ് എന്താണ്? ഫിസീഷ്യൻ ഹീൽ ഹിംസെൽഫ്. അപ്പോൾ 5 നമ്മൾ പറഞ്ഞു. ഫിസീഷ്യൻ ഹീൽ ഹിംസെൽഫ് പറഞ്ഞു. എ ലിവിങ് ഡോഗ് ഇസ് ബെറ്റർ ദാൻ എ ഡെഡ് ലയൺ എന്ന് പറഞ്ഞു. നോ മാൻ ക്യാൻ സെർവ് 2 മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു. എ വൈസ് ആൻഡ് മേക്കത്ത് എ ഹാപ്പി ഫാദർ എന്ന് പറഞ്ഞു. എ വെർച്വസ് വുമൻ ഇസ് എ ക്രൗൺ ടു ഹർ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു. ഈ 5 നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ. ഈ ഒരു ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ കാരണം കോമൺ ലാംഗ്വേജിലേക്ക്, ലിറ്റററി ലാംഗ്വേജിലേക്ക് ആസ് വെൽ ആസ് കോമൺ ഓർഡിനറി കോൺവെർസേഷനിലേക്കൊക്കെ വന്ന ഫ്രേസസ് ആണ്. ഇതിൽ 5 കാണാതെ പഠിച്ചു വെച്ചേക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റൈല്, ഈ ഓതറൈസ്ഡ് വേർഷൻ്റെ ഒരു സ്റ്റൈല് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ക്രിട്ടിക്സ്, അതായത് നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഗ്രേറ്റസ്റ്റ് ക്രിട്ടിക്സ് ആയിട്ടുള്ള ആരൊക്കെ? മിൽട്ടൺ, കോളേജ്, വേർഡ്സ്വർത്ത് പോലുള്ള ആൾക്കാരെയൊക്കെ ഒരുപാട് എന്ത് ചെയ്തു? അഡ്മയർ ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ ബന്നിയൻ, തോമസ് ബ്രൗൺ, കാർലൈൽ റസ്കിൻ ഇതുപോലുള്ള റൈറ്റേഴ്സൊക്കെയും
ഈ ഒരു സ്റ്റൈൽ കാരണം ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വേർഷൻ അല്ലെങ്കിൽ ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിളിനെ മെക്കോളെ എങ്ങനെ പറഞ്ഞിട്ടാണ് പ്രൈസ് ചെയ്തിട്ടുള്ളത്? ബുക്ക് ഓഫ് ബുക്സ് എന്നാണ് മെക്കോളെ ഈ ഒരു വേർഷനെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഭാഷയിൽ ഇന്ന് അവശേഷിക്കുന്ന എല്ലാ വർക്ക്സും, എല്ലാ ലിറ്റററി വർക്ക്സും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരു സമയത്ത് നശിച്ചു പോവുകയാണെങ്കിലും ഈ ഒരൊറ്റ ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിള് ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ഭാഷയുടെ ഭംഗി അതിൻ്റെ ഗ്രേറ്റസ്റ്റ് എക്സ്റ്റെൻറ്റിൽ ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ഈ ഒരു ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിള് മാത്രം തന്നെ മതി എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്രയും മാത്രം റിച്ചാണ് നമ്മുടെ ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ബൈബിൾ ട്രാൻസ്ലേഷനെ പറ്റിയും ബൈബിൾ ട്രാൻസ്ലേഷൻ എങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ എഫക്റ്റ് ചെയ്തു, എന്തൊക്കെ വാക്കുകൾ, എന്തൊക്കെ ഫ്രേസ് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് വന്നു എന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു.